8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോമസിന് നേതൃത്വം നൽകുന്ന ഭാവികയുടെ 2ാം പതിപ്പിന് തുടക്കമായി തിരുവനന്തപുരം കവടിയാറിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ നിർവഹിച്ചു. വിദ്യാഭ്യാസമാണ് ജീവിതത്തിൽ വിലപ്പെട്ടതെന്നും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കുട്ടികൾ മാതൃകയാക്കണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. 2023 ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തിരിതെളിച്ചതാണ് ഭാവികയ്ക്ക്. 8 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനമാണ് ഭാവികയുടെ ലക്ഷ്യം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പൊതു അവബോധം, ജീവിത നൈപുണ്യ മൂല്യങ്ങൾ, ഗണിതം, യോഗ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. അധ്യാപകർ, പ്രൊഫസർമാർ, സിവിൽ സർവീസുകാർ തുടങ്ങി പ്രഗത്ഭരായ ഫാക്കൽറ്റിയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഭാവികയുടെ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കാളികളായി. ഭാവികയുടെ 2ാം പതിപ്പിന് തുടക്കമിട്ടുകൊണ്ട് കവടിയാറിൽ പുതിയ കെട്ടിടം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. The pursuit of knowledge, whatever capability, whatever capacity, ability we have, we must use all of that to acquire more and more knowledge. And I am sure Bhavika will greatly contribute and help in this venture. ഭാവികയിലൂടെ സമഗ്രമായ വളർച്ച സ്വായത്തമാക്കിയവരിൽ 50%-ത്തിലധികവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് MD ജിജി തോംസൺ. Bhavika doesn't stop at classrooms. It extends to parents, teachers and communities. We give them roots to our students, values that anchor them, and we give wings, life skills that propel them towards purpose. ആഴ്ചയിൽ 5ഉം പ്രതിമാസം 20ഉം വർഷത്തിൽ 200ഉം ക്ലാസുകളാണ് ഭാവിക ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ്സിന് 10 രൂപയാണ് ഈടാക്കുന്നത്. 24 തിരുവനന്തപുരം.